ഇപ്പോൾ അർജുന്റെ അളിയനെ പണിയാൻ മനാഫിന് സപ്പോർട്ട് നൽകുന്നവർ അതോടൊപ്പം അർജുന്റെ കുടുംബത്തെ കൂടി മോശമാക്കുന്നുണ്ട്. പണക്കാരനായ മനാഫിന് യൂട്യൂബ് വരുമാനം ആവശ്യമില്ല എന്നൊക്കെയാണ് ന്യായീകരണങ്ങൾ. ഇവിടെ അളിയന്റെ വാക്കുകൾ അർജുന്റെ കുടുംബത്തിൻ്റെതായിട്ടാണ് വന്നിരിക്കുന്നത്. അവരത് തള്ളിപ്പറയാത്തിടത്തോളം കാലം. മനാഫ് നല്ലവനോ കെട്ടവനോ ആയാലും അർജുന്റെ കുട്ടിയെ അയാൾ വളർത്തുമെന്നൊക്കെ പറയുമ്പോൾ അർജുന്റെ വീട്ടുകാർക്ക് കേട്ടു നിൽക്കാൻ പറ്റണമെന്നില്ല. അതോടൊപ്പം 75,000 രൂപ ശമ്പളമുണ്ടായിരുന്ന അർജുന് ഒന്നും നീക്കിയിരിപ്പില്ലായിരുന്നു. കുടുംബത്തിന് വേണ്ടിയാണ് മുഴുവൻ ചിലവഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മനാഫ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആ കുടുംബത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതോടൊപ്പം ജോലിക്ക് പോകുന്ന അർജുന്റെ ഭാര്യയ്ക്ക് വരെ സൈബർ ആക്രമണം ഉണ്ട്. അർജുൻ മരിച്ച അന്നു മുതൽ സോഷ്യൽ മീഡിയ കുടുംബത്തെ വിചാരണ ചെയ്യുന്നുണ്ട്. ഭാര്യയുടെയും പെങ്ങളുടെയും കരച്ചിൽ ശരിയായില്ല, 72 ദിവസവും അവർ ദുഃഖമാചരിച്ചില്ല എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ. ഇപ്പോൾ അതോടൊപ്പം ജോലിക്ക് പോകുന്ന അർജുന്റെ ഭാര്യയെ കൂടി മോശക്കാരിയാക്കുന്നുണ്ട്. മനാഫിന് പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്രസക്തമാകുന്നില്ല. വൻകിട സിനിമാക്കാരൊക്കെ ചാനൽ തുടങ്ങുന്നത് പണമില്ലാഞ്ഞിട്ടാണോ? മോണിറ്റൈസേഷൻ എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊന്നും കാര്യമില്ല. ഇനി മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ഇല്ലയോ എന്നതൊക്കെ അയാളുടെ വ്യക്തിപരമായ ഇഷ്ടം. അതിനയാളെ പൊങ്കാലയിടേണ്ടതുമില്ല. പക്ഷെ അർജുന്റെ കുടുംബത്തെ അതിലേക്ക് വലിച്ചിടാതിരിക്കാനുള്ള മാന്യത മനാഫ് കാണിക്കണം. അർജുന്റെ കുട്ടികളെ വളർത്താൻ അയാൾക്ക് കുടുംബമുണ്ട്. അയാളുടെ വീട്ടിലെ ചിലവിന്റെ കാര്യവും അവർ തീരുമാനിക്കട്ടെ. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനെ കൂടി മാനിക്കേണ്ടതുണ്ട്. അർജുന്റെ ഭാര്യയ്ക്കും പെങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒരു വ്യക്തിത്വമുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് വീഡിയോ വഴിയല്ല ചെയ്യേണ്ടത്. അവരോടുകൂടി സംസാരിച്ച് അവർക്കും സമ്മതമാണെങ്കിലല്ലേ കാര്യമുള്ളൂ. അർജുന് 75,000 രൂപ ശമ്പളം ഉണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷെ അർജുന്റെ ശമ്പളം കുടുംബത്തിൽ ചിലവാക്കി തീരുവാണെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്. അത്യാവശ്യം അഭിമാനമുള്ളവർക്ക് അത് വിഷയമാണ്. അർജുന്റെ കുട്ടികളെ നോക്കാൻ മനാഫിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇനി അയാളത് സ്നേഹം കൊണ്ടാണ് പറഞ്ഞതെങ്കിൽ കൂടി അത് മീഡിയയിലല്ല പറയേണ്ടത്. അയാളുടെ കുട്ടികളുടെ കൂടെ കൊണ്ട് നോക്കാമെന്ന് പറയുമ്പോൾ അർജുന്റെ ഭാര്യയും വീട്ടുകാരും എന്തു പറയണം? അവർ ജീവനോടെ ഉണ്ടല്ലോ. അവർ ഏതേലും മലയാളികളോട് ഔദാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ വ്യക്തിത്വം ആരുടെയും ഔദാര്യത്തിലുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മനാഫ് പ്രേമികളുടെ കൂടെ അല്ല തൽക്കാലം. ന്യൂസ് ഡെസ്ക് IBN മലയാളം. വിദേശ ജോലി ഇനി വിദൂരമല്ല. നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മൻ എന്നിവിടങ്ങളിൽ PR ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ PR സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു. ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി 1 വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു. കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ്. IELTS ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഫോൺ നമ്പർ 7736106346 8714556346.